ഹലോ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ എല്ലാവരുടെയും എക്സാമൊക്കെ കഴിഞ്ഞു അല്ലേ? നമ്മൾ വീണ്ടും ഓൺലൈൻ ക്ലാസ്സിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനുള്ളത് ഇതുവരെ എടുത്ത ചാപ്റ്ററിൻ്റെ ബാക്കിയാണ്, അതായത് ഹോർമോൺസിൻ്റെ കാര്യം അല്ലേ. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള ഹോർമോൺസ് നമ്മൾ പഠിച്ചു, അതിൻ്റെ ഫങ്ഷൻസ് പഠിച്ചു, അത് കുറഞ്ഞാലോ കൂടിയാലോ ഉണ്ടാകുന്ന ഡിസീസസിനെ കുറിച്ച് പഠിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഹോർമോണുകളെ കുറിച്ച് പഠിക്കാം. ഓക്കെ, ലിസൺ ഹിയർ. നമ്മളിനി പഠിക്കാൻ പോകുന്നത് ഹോർമോൺസ്, അതായത് സെക്ഷൽ ഹോർമോൺസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ബിഹൈൻഡ് സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ്. നമുക്കറിയാം, മെയിലാണെങ്കിലും ഫീമെയിലാണെങ്കിലും പ്രത്യേക തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട് അല്ലേ, സ്വഭാവ സവിശേഷതകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാൽ നമ്മൾ പുറത്ത് കാണിക്കുന്ന സ്വഭാവങ്ങളല്ലാതെ ശാരീരികപരമായിട്ടുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് സഹായിക്കുന്ന അല്ലെങ്കിൽ അതിന് കാരണമാകുന്ന ഹോർമോൺസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ദ ഓവറി ആൻഡ് ടെസ്റ്റിസ് സെക്രീറ്റ്സ് സെക്സ് ഹോർമോൺസ്. ഈ ഒരു ഹോർമോൺസ്, സെക്സ് ഹോർമോൺസ് എന്നറിയപ്പെടുന്ന ഈ ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഓവറിയിൽ നിന്നും ടെസ്റ്റിസിൽ നിന്നും. ഓവറിയുടെ സ്ട്രക്ചറും ടെസ്റ്റിസും എന്തൊക്കെയാണെന്ന് നിങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ടെസ്റ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിലിൽ സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്ന അവയവമാണ് ടെസ്റ്റിസ്. ഓവറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീമെയിലിൽ ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് എന്ത്? ഓവറി. ഓക്കെ, അപ്പോൾ ആ പിക്ചർ ശ്രദ്ധിച്ച് അതിന് താഴെ ഇരിക്കുന്ന ആ ഒരു കോളം വായിച്ച് നിങ്ങൾക്ക് ഏതൊക്കെ ഹോർമോൺസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നും അതിൻ്റെ ഓരോന്നിനും ഫങ്ഷൻ എന്താണെന്നും മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെയിലിലെ സെക്സ് ഓർഗനായിട്ടുള്ള ടെസ്റ്റിസ്. സെക്സ് ഓർഗൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ടെസ്റ്റിസ് ആണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ടെസ്റ്റോസ്റ്റിറോൺ? യെസ്, കൺട്രോൾ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്, ചേഞ്ച് ഇൻ വോയിസ്, ഗ്രോത്ത് ഓഫ് ഹെയർ, ഡെവലപ്മെൻറ്റ് ഓഫ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആൻഡ് സ്പേം പ്രൊഡക്ഷൻ. എന്തൊക്കെയാണ് ടെസ്റ്റോസ്റ്റിറോൺ എന്നുള്ള ഹോർമോണിൻ്റെ ഫങ്ഷൻ എന്നറിയോ? സെക്ഷൽ ക്യാരക്ടേഴ്സ്, അതായത് ഇപ്പോൾ മെയിലാണെങ്കിൽ മെയിലിനായിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, ഫീമെയിലാണെങ്കിൽ ഫീമെയിലിനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് ഈ ടെസ്റ്റോസ്റ്റിറോൺ. അപ്പോൾ മെയിലിലെ ക്യാരക്ടേഴ്സ്, ചേഞ്ച് ഇൻ വോയിസ്, നമുക്കറിയാം ഒരു ടീനേജിലൊക്കെ എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ അഡോളസെൻ്റ് ഏജിൽ എത്തുന്ന സമയത്ത് ബോയ്സിൻ്റെ സൗണ്ടിലൊക്കെ വ്യത്യാസം വരും അല്ലേ. അതുപോലെ ഗ്രോത്ത് ഓഫ് ഹെയർ നമ്മൾ എന്താണ് മീശയും താടിയൊക്കെ വരും നമ്മൾ പറയാറുണ്ടല്ലേ, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആൻഡ് സ്പേം പ്രൊഡക്ഷൻ, റീപ്രൊഡക്റ്റീവ് ഓർഗൻ്റെ ഡെവലപ്മെൻറ്റും അതുപോലെ സ്പേം പ്രൊഡക്ഷനും സ്റ്റാർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഏത്? ടെസ്റ്റോസ്റ്റിറോൺ. ഓക്കെ, നെക്സ്റ്റ് ഹോർമോണാണ് ഈസ്ട്രോജൻ. ഈസ്ട്രോജൻ കാണുന്നത് എവിടെയാണ്? ഇൻ ഫീമെയിൽസ്, പ്രൊഡ്യൂസ്ഡ് ബൈ ഓവറി. ഓക്കെ, അപ്പോൾ ഈ ഒരു ഈസ്ട്രോജൻ്റെ ഫങ്ഷൻ നമ്മൾ ടെസ്റ്റോസ്റ്റിറോൺ മെയിലിൽ എന്തൊക്കെയാണോ ഫങ്ഷൻ അതുപോലെയുള്ള ഫങ്ഷന് ഫീമെയിലിൽ ചെയ്യുന്നതാണ് ഈസ്ട്രോജൻ. കൺട്രോൾ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്, ഓവുലേഷൻ, മെൻസ്ട്രൽ സൈക്കിൾ എക്സെട്ര. സെക്ഷൽ ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യും ഫീമെയിലിൽ. പിന്നെ ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഓഫ് ഓവം പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ മെൻസ്ട്രൽ സൈക്കിളും എന്ത് ചെയ്യും? സ്റ്റാർട്ട് ചെയ്യാനൊക്കെ സഹായിക്കുന്നത് ഈ ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോണാണ്. ഓക്കെ, പിന്നെ അടുത്തതാണ് പ്രൊജസ്ട്രോൺ. ഇതും ഫീമെയിലുള്ള ഹോർമോണാണ്. കൺട്രോൾ ഓവുലേഷൻ, മെൻസ്ട്രൽ സൈക്കിൾ ആൻഡ് ഇംപ്ലാന്റേഷൻ ഓഫ് എംബ്രിയോ ഇൻ ദ യൂട്ടറസ്. അതായത് എന്താണ്? നമ്മൾ ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആവുന്നതിൻ്റെ സമയത്ത് നടക്കുന്ന ഓവുലേഷൻ അല്ലേ, ഓവം ഉണ്ടായിട്ട് അത് പുറത്ത് വരുന്ന പ്രക്രിയയാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. ഓവവും സ്പേമും കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? എംബ്രിയോ ഉണ്ടാകുന്നത്. ഈ എംബ്രിയോ വളർന്നിട്ടാണ് ഒരു കുഞ്ഞായിട്ട് മാറുന്നത്. ഓക്കെ, അതുപോലെ മെൻസ്ട്രൽ സൈക്കിൾ അതുപോലെ ഇംപ്ലാന്റേഷൻ ഓഫ് എംബ്രിയോ ഇൻ ദ യൂട്ടറസ്. നമ്മുടെ ഗർഭപാത്രത്തിൽ
ആ എംബ്രിയോ വളരുന്നത്, അല്ലെങ്കിൽ അതിനെ അവിടെ ഗർഭപാത്രത്തിലേക്ക് സ്ഥാപിക്കുന്ന പ്രോസസ്സ്, അവിടെ എത്തിക്കുന്ന പ്രോസസ്സ്, ഇതിനൊക്കെ സഹായിക്കുന്നത് എന്താണ്? പ്രൊജസ്ട്രോണാണ്. അങ്ങനെ യൂട്രസിൽ കിടന്നിട്ടാണ് ആര് വളരുന്നത്? എംബ്രിയോ വളർന്നിട്ട് ഒരു ബേബി ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സഹായിക്കുന്ന ഹോർമോൺസാണ് ഇത് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഹൈപ്പോതലാമസിനെ കുറിച്ചിട്ടാണ്. ഹൈപ്പോതലാമസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെ ഹോർമോൺസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഫങ്ഷൻ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ. അപ്പോൾ ഹൈപ്പോതലാമസിനെ നമ്മൾ പ്രൈം കൺട്രോളർ എന്ന് പറയാറുണ്ട്. കാരണം എന്താണ്? പറയാം. ഹൈപ്പോതലാമസ് എ പാർട്ട് ഓഫ് ബ്രെയിൻ ഈസ് ആൻ എൻഡോക്രൈൻ ഗ്ലാൻഡ് ടു. ഇതെന്താണ് ഹൈപ്പോതലാമസ്? ബ്രെയിനിൻ്റെ ഒരു ഭാഗമാണ്, നമ്മുടെ തലച്ചോറിൻ്റെ ഒരു ഭാഗമാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഫങ്ഷൻസ് ഹൈപ്പോതലാമസിനുണ്ട്. മാത്രമല്ല ഇതെന്താണ്? ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡാണ്. നമ്മളിപ്പോൾ പീനിയൽ ഗ്ലാൻഡ്, അതുപോലെ തന്നെ അഡ്രീനൽ ഗ്ലാൻഡ്, തൈറോയിഡ് ഗ്ലാൻഡ് എന്നൊക്കെ പറയുന്നത് പോലെ ഹൈപ്പോതലാമസ് ഒരു ഗ്ലാൻഡാണ്. കാരണം ഇത് ഒരുപാട് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് കൺട്രോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. നമ്മൾ പറഞ്ഞു അല്ലേ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലെ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ശരിക്കും ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. ആൻഡ് ദെർബൈ അതർ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. മാത്രമല്ല മറ്റുള്ള ഗ്ലാൻഡുകളെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ പ്രൈം കൺട്രോളർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് 2 ടൈപ്സ് ഓഫ് ഹോർമോൺ, റിലീസിങ് ഹോർമോൺ ആൻഡ് ഇൻഹിബിറ്ററി ഹോർമോൺ. റിലീസിങ് ഹോർമോൺ stimulate the anterior lobe of the pituitary gland and secrete trophic hormones. എന്ത് ചെയ്യുന്നു? റിലീസിങ് ഹോർമോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹൈപ്പോതലാമസിൻ്റെ ഫങ്ഷൻ അവിടെ എന്താണ്? നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ആൻറ്റീരിയർ ലോബിനെ സ്റ്റിമുലേറ്റ് ചെയ്യാം. മാത്രമല്ല കുറച്ച് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? എന്തൊക്കെയാണ്? അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ, GTH ഗൊണാഡോട്രോപിക് ഹോർമോൺ, TSH, ഇങ്ങനെയുള്ള ഹോർമോൺസ് നമ്മൾ പഠിച്ചതാണ്. നെക്സ്റ്റ് ഇൻഹിബിറ്ററി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇൻഹിബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? തടഞ്ഞു നിർത്തുക അല്ലേ? ഇൻഹിബിറ്റ് ദ പ്രൊഡക്ഷൻ ഓഫ് ട്രോഫിക് ഹോർമോൺ ഇസ് ദ ആൻറ്റീരിയർ ലോബ് ഓഫ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലെ ആൻറ്റീരിയർ ലോബ്, അവിടെ ഇതിൻ്റെ പ്രൊഡക്ഷനൊക്കെ തടയുക എന്നുള്ളതാണ് ആരുടെ ഫങ്ഷൻ? ഹൈപ്പോതലാമസിൻ്റെ ഫങ്ഷൻ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് some other chemical messages for communication. ആശയവിനിമയത്തിന് വേണ്ടിയിട്ടുള്ള ചില കെമിക്കൽ മെസ്സേജുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് എന്തെന്ന് പറയുന്നത്? ആൻഡ് അല്ലേ? അപ്പോൾ ആൻഡ് അല്ലെങ്കിൽ ഉറുമ്പ് എന്ന് പറയുന്നത് അവരിങ്ങനെ വരിയായിട്ട് പോകുന്നത് കാണാം. അപ്പോൾ എങ്ങനെയാണ് അവർക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരേ സ്ഥലത്തൂടെ തന്നെ പോകാൻ കഴിയുന്നത്? ഒരു വേ അവർക്ക് കാണിച്ചു കൊടുക്കുന്നത് ചില കെമിക്കൽ സബ്സ്റ്റൻസസ് ആണ്, പ്രൊഡ്യൂസ്ഡ് ബൈ അവരുടെ ശരീരത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില കെമിക്കൽ സബ്സ്റ്റൻസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിറമോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവരുടെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ പല കാര്യത്തിനും വേണ്ടിയിട്ടും ഇവർ ഈ ഒരു കെമിക്കൽ മെസ്സേജസ് ഉപയോഗിക്കാറുണ്ട്. ഇതിനെ പറയുന്ന പേരാണ് ഫിറമോൺസ്. സച്ച് കെമിക്കൽ സബ്സ്റ്റൻസ് that are secreted by certain animals to the surrounding to facilitate communication are called pheromones. അവർക്ക് പരസ്പരം ആശയവിനിമയത്തിന് വേണ്ടി അവരുടെ ശരീരത്തിൽ നിന്ന് തന്നെ പുറപ്പെടുന്ന വസ്തുക്കളാണെന്ത്? ഫിറമോൺസ് എന്ന് പറയുന്നത്. ഫിറമോൺസ് ഹെൽപ്പ് ഇൻ അട്രാക്റ്റിംഗ് മെയ്റ്റ്സ്, അതായത് അവരുടെ ഇണയെ അട്രാക്റ്റ് ചെയ്യാനും ഇൻഫോമിങ് ദ അവൈലബിലിറ്റി ഓഫ് ഫുഡ്, എവിടെയാണോ ഫുഡ് ഉള്ളത് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. മാത്രമല്ല ഡിറ്റർമിനിങ് ദ പാത്ത് ഓഫ് ട്രാവൽ, അവർക്ക് പോകേണ്ട വഴി മനസ്സിലാക്കാനും, പിന്നെന്താണ് സിഗ്നലിംഗ് ഡേഞ്ചേഴ്സ്, എന്തെങ്കിലും അപകടാവസ്ഥ ഉണ്ടെങ്കിൽ മറ്റുള്ളവർ വിവരം അറിയിക്കാനും ഇത് ഉപയോഗിക്കുന്നു. ദ കെമിക്കൽ മെസ്സേജസ് ഓഫ് ഫിറമോൺസ് ആൾസോ ഹെൽപ്പ് ഹണി ബീസ് ആൻഡ് ടെർമൈറ്റ്സ് ടു ലീവ് ഇൻ കോളനീസ്. മാത്രമല്ല ഹണി ബി, തേനീച്ച, അതുപോലെ ടെർമൈറ്റ്സ് അല്ലേ, എന്താണ് ചിതൽ, ഇവയൊക്കെ കോളനിയായിട്ട് കൂട്ടമായിട്ട് താമസിക്കുന്നതും ഈ ഫിറമോൺസിന് സഹായിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ്. ഓക്കെ, ദ മസ്കോൺ ഇൻ ദ മസ്ക് ഡിയർ, നമുക്കറിയാം എന്ത് കസ്തൂരിമാൻ എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? അതിലുള്ള കസ്തൂരി എന്താണ്? അതിൻ്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഫിറമോണാണ്. പിന്നെ അവിടെ ഒരു രസകരമായ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഡിയറിനെ അറിയില്ല അത് തൻ്റെ ശരീരത്തിലുള്ളതാണെന്ന്. കാരണം ഇത് നല്ല സ്മെല്ലുള്ള ഒരു വസ്തുവാണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യും?
അത് തിരഞ്ഞ് നടക്കും ഈ ഒരു ഡിയർ. ഓക്കെ, നെക്സ്റ്റ് ദ സിവറ്റൺ ഇൻ ദ സിവറ്റ് കാറ്റ്. നിങ്ങൾ സിവറ്റ് കാറ്റിനെ കണ്ടിട്ടുണ്ടായിരിക്കും, പിക്ചറിൽ കാണുന്നുണ്ട് അല്ലേ. അതിൻ്റെ ശരീരത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഫിറമോണാണിത് സിവറ്റൺ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വെരുക് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ബോംബിക്കോൾ ഇൻ ദ ഫീമെയിൽ സിൽക്ക് വേം മോത്ത്. നമ്മുടെ സിൽക്ക് വേം, അതായത് പട്ടുനൂൽ പുഴു, പട്ടുതുണിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പട്ടുനൂൽ, അതിനെ വളർത്തിയിട്ടാണ്, അതിൽ നിന്നാണ് നമ്മൾ പട്ടുണ്ടാക്കുന്നത്. അതിൻ്റെ ബോംബിക്കോൾ എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് അതിൻ്റെ ശരീരത്തിൽ നിന്നുണ്ടാകുന്നുണ്ട്. അതാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്, പട്ടായിട്ട് മാറുന്നത്. ആർ എക്സാമ്പിൾ ഫോർ ഫിറമോൺസ്. ഇതെല്ലാം ഫിറമോൺസിന് എക്സാമ്പിൾസ് ആണ്. പിന്നെ ആർട്ടിഫിഷ്യൽ ഫിറമോൺസ് ആർ യൂസ്ഡ് ഫോർ പെസ്റ്റ് കൺട്രോൾ ഇൻ അഗ്രികൾച്ചറൽ ഫീൽഡ്സ്. നമ്മൾ പാടത്ത് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ പെസ്റ്റിനെ തുരത്താൻ വേണ്ടി, കീടങ്ങളെ തുരത്താൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഫിറമോൺസ് ഉപയോഗിക്കാറുണ്ട്. അതിന് നമ്മൾ ഫിറമോൺ കെണി എന്നാണ്, അല്ലെങ്കിൽ ഫിറമോൺ ട്രാപ്പ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹ്യൂമൻ ബീങ്സിലുള്ള ഹോർമോൺസും അതിൻ്റെ ഫങ്ഷനും ഒക്കെ പഠിച്ചു കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലാന്റ്സിൻ്റെ കാര്യമാണ്. പ്ലാന്റ് ഹോർമോൺസ് അതർവൈസ് കോൾഡ് ഫൈറ്റോ ഹോർമോൺസ്. എന്താണ് പ്ലാന്റ് ഹോർമോൺസിനെ നമ്മൾ ഫൈറ്റോ ഹോർമോൺസ് എന്നും കൂടെ പറയും. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള 5 പ്ലാന്റ് ഹോർമോൺസിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ്? പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ്, പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ്. നമുക്ക് കാര്യമായിട്ട് പഠിക്കാനില്ല ആ 2 പേരുകൾ. അതായത് പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിനെ സഹായിക്കുന്ന ഹോർമോൺസ്, അതാണ് പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിനെ തടയുന്ന ഹോർമോൺസ്. അപ്പോൾ ഈ ഹോർമോൺസിൻ്റെ പേര് പഠിച്ചു വയ്ക്കുക: ഓക്സിൻ, ഗിബർലിൻ, സൈറ്റോകൈനിൻ, അബ്സിസിക് ആസിഡ് ആൻഡ് എത്തിലീൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും 1 by 1 ആയിട്ട് പഠിക്കാം എന്താണ് ഫങ്ഷൻ എന്നുള്ളത്. ഫസ്റ്റ് ഗിബർലിൻ. സ്റ്റിമുലേറ്റ് ബ്രേക്ക് ഡൗൺ ഓഫ് സ്റ്റോർഡ് ഫുഡ് ടു ഫെസിലിറ്റേറ്റ് ജെർമിനേഷൻ, സ്പ്രൗട്ടിങ് ഓഫ് ലീവ്സ്. അപ്പോൾ നിങ്ങൾക്കറിയാം, അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഒരു ചെടി മുളച്ച് വരുന്ന ഒരു ചിത്രമാണ്. അപ്പോൾ ഈ ഗിബർലിൻ സഹായിക്കുന്നത് എന്തിനാണെന്നറിയോ? വിത്ത് മുളയ്ക്കാൻ സഹായിക്കുന്നു, ജെർമിനേഷൻ ഓഫ് സീഡ്. ആ സീഡ് മുളക്കാൻ ആവശ്യമായിട്ടുള്ള വിത്ത് അതിനുള്ളിലുണ്ടാവും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? ആ സ്റ്റോർ ഫുഡ്, അതിനാവശ്യമായിട്ടുള്ള ഭക്ഷണം അതിന് ലഭിക്കണം. അതിന് വേണ്ടിയിട്ട് അത് പൊട്ടും. ആ ഒരു സീഡ് പൊട്ടാൻ സഹായിക്കുന്നത് ഈ ഒരു ഗിബർലിനാണ്. എന്തിനു വേണ്ടിയിട്ട്? ജെർമിനേഷന് വേണ്ടി. പിന്നെന്താണ്? സ്പ്രൗട്ടിങ് ഓഫ് ലീവ്സ്, ഇലകൾ വരാനും സഹായിക്കുന്നു ഗിബർലിൻ. അപ്പോൾ എന്താണ്? ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ഹോർമോണാണല്ലേ. അടുത്തതിൻ്റെ ഫങ്ഷൻ നോക്കാം. ഓക്സിൻ്റെ ഫങ്ഷൻ സെൽ ഗ്രോത്ത്, സെൽ ഇലോങ്ങേഷൻ, പ്രൊമോട്ടിംഗ് ദ ഗ്രോത്ത് ഓഫ് ടെർമിനൽ ബഡ്സ്, ഫ്രൂട്ട്സ് ഫോർമേഷൻ. അതായത് ഒരു ചെടിയിൽ കോശങ്ങളുടെ വളർച്ച, അതാണ് സെൽ ഗ്രോത്ത്. സെൽ ഇലോങ്ങേഷൻ, സെല്ലുകൾ വലുതാവണം, നീളം വയ്ക്കണം അല്ലേ, എന്നാൽ മാത്രമേ ചെടി നീളം വയ്ക്കുള്ളൂ. അപ്പോൾ അതിന് സഹായിക്കുന്നു. പ്രൊമോട്ടിംഗ് ദ ഗ്രോത്ത് ഓഫ് ടെർമിനൽ ബഡ്സ്. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ബഡ്ഡുകൾ ഉണ്ടാവും. ഒരു ചെടി എടുത്ത് നോക്കിയാൽ അതിൽ ഒരുപാട് ബഡ്സ്, മുകുളങ്ങൾ, പൂവിൻ്റെ ബഡല്ല കേട്ടോ, അവിടെ നിന്നാണ് പുതിയ സ്റ്റെം വരുന്നത്. അതിനുള്ള ആ ബഡ്സിൻ്റെ ഒക്കെ ഗ്രോത്തിനെ സഹായിക്കുന്നു. പിന്നെ എന്താണ്? ഫ്രൂട്ട് ഫോർമേഷൻ, പഴങ്ങൾ ഉണ്ടാവാൻ സഹായിക്കുന്നതും ഓക്സിനാണ്. അപ്പോൾ ഇതും എന്താണ്? ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ഹോർമോണാണ്. അടുത്തത് സൈറ്റോകൈനിൻ. സൈറ്റോകൈനിൻ്റെ ഫങ്ഷൻ എന്ത് തന്നെയാണ്? സെൽ ഗ്രോത്ത്, സെൽ ഡിവിഷൻ, സെൽ ഡിഫറൻസിയേഷൻ. സെല്ലുകൾ, കോശങ്ങൾ വളരാനും പിന്നെന്താണ് അത് വിഭജിക്കാനും, അതുപോലെ തന്നെ ഒരു സെല്ലുകൾ വിഭജിച്ച് പലതരമായിട്ട് പല സെല്ലുകളായി ഓരോ സെല്ലിനും വ്യത്യസ്ത ഫങ്ഷനായിട്ട് മാറും. അപ്പോഴാണ് നമ്മൾ അതിനെ ടിഷ്യൂസ് എന്ന് വിളിക്കുന്നത്. ഇതിനൊക്കെ സഹായിക്കുന്നത് സൈറ്റോകൈനിനാണ്. അപ്പോൾ ഇത് മൂന്നും, ഗിബർലിൻ, ഓക്സിൻ, സൈറ്റോകൈനിൻ, ഗ്രോത്തിനെ സഹായിക്കുന്ന ഹോർമോൺ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ഹോർമോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് അബ്സിസിക് ആസിഡ്. അബ്സിസിക് ആസിഡിൻ്റെ ഫങ്ഷൻ എന്താണെന്നറിയോ? ഡോർമെൻസി ഓഫ് എംബ്രിയോ, ഡ്രോപ്പിംഗ് ഓഫ് റൈപ്പൻഡ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്. അതായത് ഒരു എംബ്രിയോ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറേ കാലം ഇങ്ങനെ മുളക്കാതെ കിടക്കും. ഇപ്പോൾ ചില വിത്തുകൾ കുറേ കാലം മുളക്കാതെ മണ്ണിൽ കിടക്കും. അതിനാണ് നമ്മൾ ഡോർമെൻസി എന്ന് പറയാം.
എന്നിട്ട് അതിനൊരു ഫേവറബിൾ അറ്റ്മോസ്ഫിയറൊക്കെ വന്നാൽ, അതായത് പറ്റിയ ഒരു സാഹചര്യം വന്നാൽ എന്ത് ചെയ്യും, ആ വിത്ത് മുളക്കാൻ തുടങ്ങും. അതുവരെ അതിങ്ങനെ പതിഞ്ഞ് കിടക്കും. അപ്പോൾ അതിനെയാണ് ഡോർമെൻസി പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡോർമെൻസി ഓഫ് എംബ്രിയോ, ഡ്രോപ്പിംഗ് ഓഫ് റൈപ്പൻഡ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്, അതായത് പഴുത്ത ഇലകളും പഴങ്ങളും കൊഴിയാൻ സഹായിക്കുന്നതും അബ്സിസിക് ആസിഡാണ്. ഈ അബ്സിസിക് ആസിഡിൻ്റെ പ്രവർത്തനം വഴിയാണ് ഇലകൾ, ഇപ്പോൾ പഴുത്ത് നിൽക്കുന്ന ഇലകളാണെങ്കിൽ അത് കൊഴിഞ്ഞ് താഴെ വീഴുന്നത്, ആ മരത്തിൻ്റെ മുകളിൽ വിട്ട് പോരണം അല്ലേ. അതുപോലെ ഫ്രൂട്ട്സ് പഴുത്ത് കഴിഞ്ഞാൽ മരത്തിൻ്റെ മുകളിൽ നിന്ന് ഞെട്ടറ്റ് വീഴാൻ സഹായിക്കുന്നത് അബ്സിസിക് ആസിഡാണ്. അപ്പോൾ ഇതെന്താണ്, വളർച്ചയെ സഹായിക്കുകയാണോ? അല്ല അല്ലേ, വളർച്ചയെ തടയുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഡോർമെൻസി ഓഫ് എംബ്രിയോ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ എംബ്രിയോ മുളക്കാതെ കുറേ കാലം ഇങ്ങനെ ആ സീഡിനുള്ളിൽ കിടക്കുകയാണ് അല്ലേ. അപ്പോൾ അതെന്താണ്, വളരുന്നില്ല അവിടെ. അതുകൊണ്ടാണ് ഇതെന്ത് പറയുന്നത്, വളർച്ചയെ സഹായിക്കാത്ത ഹോർമോൺസാണ്. അടുത്തത് എത്തിലീൻ, റൈപ്പണിങ് ഓഫ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്, പഴങ്ങളും ഇലകളും ഒക്കെ പഴുക്കാൻ സഹായിക്കുന്നു. പിന്നെന്താണ്, എക്സസ് എമൗണ്ട് ഓഫ് എത്തിലീൻ കോസസ് ഡ്രോപ്പിംഗ് ഓഫ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ഇനി എത്തിലീൻ്റെ എമൗണ്ട് പ്ലാന്റ്സിൽ കൂടിയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ആ ഇലകളും ഫ്രൂട്ട്സൊക്കെ പാകമാകുന്നതിന് മുമ്പ് തന്നെ കൊഴിഞ്ഞു പോവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്ലാന്റ് ഹോർമോൺസും അതിൻ്റെ ഫങ്ഷനും. ഈ പഠിച്ചതെല്ലാം എന്താണ്, പ്ലാന്റ്സിൻ്റെ ശരീരത്തിൽ സ്വമേധയാ ഉണ്ടാവുന്ന ഹോർമോൺസാണ്. ഓക്കെ, നാച്ചുറൽ പ്ലാന്റ് ഹോർമോൺസാണ്. ഇനി നമുക്ക് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഹോർമോൺസിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പോൾ പ്ലാന്റ് ഹോർമോൺസ് ആൾറെഡി എവിടെയുണ്ട്, പ്ലാന്റ്സിൻ്റെ ശരീരത്തിലുണ്ടല്ലേ, അത് തികയാതെ വരുമ്പോൾ ചില പ്രത്യേക ഫങ്ഷൻസൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഹോർമോൺസ് നമ്മൾ സപ്ലൈ ചെയ്ത് അവർക്ക് കൊടുക്കുന്നത്. ഓക്കെ, യൂസ് ഓഫ് സച്ച് ഹോർമോൺസ് ഹാസ് കോൺട്രിബ്യൂട്ടഡ് എ ലോട്ട് ടു പ്രോഗ്രസ് ഓഫ് ദ അഗ്രികൾച്ചറൽ സെക്ടർ. ഇത് നമ്മൾ കൃഷി, ഒരു പ്രത്യേക സ്ഥലത്ത് പ്രത്യേക വിള ഒരുപാട് കൃഷി ചെയ്യുമ്പോൾ അവിടെ ഗ്രോത്ത് കുറഞ്ഞു വരിക, അല്ലെങ്കിൽ അതിൽ നിന്ന് ഫ്രൂട്ട്സ് ലഭിക്കാതെ വരിക, അല്ലെങ്കിൽ പച്ചക്കറിയുടെ അളവ് കുറയുക, അല്ലെങ്കിൽ അതിൻ്റെ ഇലകളൊക്കെ പെട്ടെന്ന് പഴുത്തു പോകുന്നു, അല്ലെങ്കിൽ കായകൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്നു. ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ആർട്ടിഫിഷ്യലായിട്ട് ഹോർമോൺസ് അവയ്ക്ക് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ സാധാരണയായി യൂസ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഹോർമോൺസ് എന്ന് നോക്കാം. പേരൊക്കെ അത് തന്നെയായിരിക്കും. ഓക്കെ, ഓക്സിൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ അഗ്രികൾച്ചറൽ ഫീൽഡ് ടു പ്രിവെൻറ്റ് ദ ഡ്രോപ്പിംഗ് ഓഫ് പ്രീമെച്യൂർ ഫ്രൂട്ട്സ്. അതായത് ചില സസ്യങ്ങൾ എന്ത് ചെയ്യും, ഫ്രൂട്ട്സ് പാകമാകാതെ കൊഴിഞ്ഞു പോകും, അതിനെ പ്രിവെൻറ്റ് ചെയ്യും, അതിനെ തടഞ്ഞു നിർത്തും. പിന്നെന്താണ്, ഫോർ ദ സ്പ്രൗട്ടിംഗ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് ആസ് എ വീഡിസൈഡ്. പിന്നെ റൂട്ട് ഉണ്ടാവാൻ, ചില പ്ലാന്റ്സിലൊക്കെ പെട്ടെന്ന് റൂട്ട് ഉണ്ടാവാൻ നമ്മൾ ഓക്സിൻ എന്ന ഹോർമോൺസ് ഉപയോഗിക്കും. അതുപോലെ തന്നെ വീഡിസൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വീട് എന്ന് പറഞ്ഞാൽ കളയാണ് അല്ലേ. നമ്മൾ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഉണ്ടാക്കി കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനിടയിൽ ആവശ്യമില്ലാതെ മുളച്ചു വരുന്ന പുല്ലുകളെയാണ് നമ്മൾ വീഡ്സ് എന്ന് പറയുന്നത്. ഇതിനെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നിനെയാണ് നമ്മൾ വീഡിസൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓക്സിൻ ഒരു വീഡിസൈഡായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഗിബർലിൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇൻക്രീസിങ് ഫ്രൂട്ട് സൈസ് ഇൻ ഗ്രേപ്സ് ആൻഡ് ആപ്പിൾ ആൻഡ് ആൾസോ ഫോർ പ്രിവെൻറ്റിംഗ് റൈപ്പണിംഗ് ഓഫ് ഫ്രൂട്ട്സ് ടു അസിസ്റ്റ് മാർക്കറ്റിംഗ്. അതായത് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും കടകളിലൊക്കെ പണ്ടത്തേതിനേക്കാൾ നല്ല വലുപ്പത്തിലുള്ള മുന്തിരിയും ആപ്പിളും ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതൊക്കെ വലിപ്പം കൂട്ടാൻ വേണ്ടി, ഫ്രൂട്ട്സിൻ്റെ വലിപ്പമൊക്കെ കൂട്ടാൻ വേണ്ടി നമ്മൾ ഗിബർലിൻ ഉപയോഗിക്കും. മാത്രമല്ല ഇവ പെട്ടെന്ന് പാകമാകാതെ എപ്പോഴാണോ മാർക്കറ്റിൽ ഇവയ്ക്ക് കൂടുതൽ പൈസ കിട്ടുക ആ സമയത്തേക്ക് പാകമാകുന്നതിന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാം, ഗ്രോത്ത് അഡ്ജസ്റ്റ് ചെയ്യാം, അതിന് വേണ്ടിയിട്ടും ഗിബർലിൻ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് എത്തിലീൻ ഈസ് യൂസ്ഡ് ഫോർ ദ ഫ്ലവറിംഗ് ഓഫ് പൈനാപ്പിൾ പ്ലാന്റ്സ് അറ്റ് എ ടൈം ആൻഡ് ഫോർ ദ റൈപ്പണിംഗ് ഓഫ് ടൊമാറ്റോ, ലെമൺ, ഓറഞ്ച് എക്സെട്ര. അതായത് പൈനാപ്പിൾ പ്ലാന്റ്സിൽ ഫ്ലവറൊക്കെ ഒരുമിച്ചിട്ട് ആവാൻ വേണ്ടിയിട്ട്, ഫ്ലവറിംഗ് ഓഫ് പൈനാപ്പിൾ പ്ലാന്റ്സ് അറ്റ് എ ടൈം ആൻഡ് ഫോർ ദ റൈപ്പണിംഗ് ഓഫ് ടൊമാറ്റോ. അതായത് ചില പ്ലാന്റ്സ് എന്ത് ചെയ്യും, പല സമയത്തായിരിക്കും അല്ലേ പൂവുണ്ടാവുന്നതും കായ ഉണ്ടാവുന്നതൊക്കെ. ഒരുമിച്ചായിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ അവർക്കത് അതിനനുസരിച്ച് വിളവെടുക്കാനും മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് വിൽക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഒരേ സമയത്താവാൻ വേണ്ടിയിട്ടും അതുപോലെ പഴങ്ങളൊക്കെ പഴുപ്പിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്,
എത്തിലീൻ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ അബ്സിസിക് ആസിഡ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഹാർവെസ്റ്റിംഗ് ഫ്രൂട്ട്സ് അറ്റ് ദ സെയിം ടൈം. അതായത് ഒരേ സമയം തന്നെ എല്ലാ ഫ്രൂട്ട്സും ഒരുമിച്ച് വിളവെടുക്കാൻ വേണ്ടിയിട്ട് ഈ അബ്സിസിക് ആസിഡ് ഉപയോഗിക്കും. അപ്പോൾ അബ്സിസിക് ആസിഡ് നമ്മൾ എന്താണോ കൃഷി ചെയ്യുന്നത് അതിൽ നമ്മൾ ആഡ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ്, എല്ലാ ഫ്രൂട്ട്സും ഒരേ സമയത്താണ് പഴുത്ത് പാകമാവുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരേ സമയത്ത് അത് ഹാർവെസ്റ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ. അപ്പോൾ നമ്മളിന്ന് കുറച്ച് ഹ്യൂമൻ ബീങ്സിൽ കാണുന്ന ഹോർമോൺസും അതുപോലെ പ്ലാന്റ് ഹോർമോൺസ്, അതിൻ്റെ ഫങ്ഷന്, ആർട്ടിഫിഷ്യൽ ഹോർമോൺസ്, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു അല്ലേ. അതായത് നമ്മുടെ ശരീരത്തിൽ കാണുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ് പഠിച്ചത്? ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ. പിന്നെ ഹൈപ്പോതലാമസിൻ്റെ പ്രത്യേകത എന്താണെന്ന് പഠിച്ചു ആണല്ലോ. പിന്നെ പ്ലാന്റ് ഹോർമോൺസ് 2 ടൈപ്പ് ഉണ്ട് അല്ലേ. ഇൻഹിബിറ്ററി ഹോർമോൺസും ഉണ്ട്, ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ഹോർമോൺസും ഉണ്ട്. ഓക്സിൻ, ഗിബെർലിൻ, സൈറ്റോകൈനിൻ, അബ്സിസിക് ആസിഡ്, എത്തിലീൻ, ഇത്രയാണ് പ്ലാന്റ് ഹോർമോൺസ്. അതിൻ്റെ ഫങ്ഷൻ പഠിച്ചു. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഹോർമോൺസും അതിൻ്റെ ഫങ്ഷൻസും പഠിച്ചു. ഓക്കെ. അപ്പോൾ എല്ലാവരും ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക, നോട്ട് എഴുതാം. താങ്ക് യു.